അപ്പോൾ നമുക്കൊരു സയൻസ് ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്, റെവല്യൂഷൻ്റെ. ഇപ്പോൾ തൽക്കാലം ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു ക്ലാസ്സും കൂടെ ആവാം. പിന്നെ നിർമ്മിത ബുദ്ധി ഈ ഒരു അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാര്യമല്ല. എങ്കിലും ഇതിൻ്റെ അല്പം ഡീറ്റെയിൽസും ഇത് ഉയർത്തുന്ന ചില ആശങ്കകളെക്കുറിച്ചും കൂടുതലായിട്ട് സംസാരിക്കാമെന്നാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തുടങ്ങാം. ആദ്യത്തെ സ്ലൈഡ് എന്താണ് നിർമ്മിത ബുദ്ധി എന്നുള്ള ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫലപ്രാപ്തി നമ്മുടെ കയ്യിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങൾ വന്നു തുടങ്ങിയത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് തൊട്ട് കമ്പ്യൂട്ടറുകൾ ഉണ്ടാകുന്ന നമുക്കറിയാം. കമ്പ്യൂട്ടറുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ്. പക്ഷേ ആ കമ്പ്യൂട്ടറുകളല്ല, അതിൻ്റെ കഴിവുകളല്ല ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറുകൾക്കുള്ളത്. അപ്പോൾ എന്താണ് പഴയ കമ്പ്യൂട്ടറും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം? പഴയ കമ്പ്യൂട്ടറുകൾ സത്യത്തിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലോ അതിലും മുമ്പുള്ള കമ്പ്യൂട്ടറുകൾ എടുത്താലോ ആ കമ്പ്യൂട്ടറുകൾക്കെല്ലാം അത് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ്. അതായത് അതിനൊരു പ്രോഗ്രാം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിലൊരു ബില്ലിംഗ് മെഷീൻ ആവശ്യമുണ്ട്. അവിടുത്തെ എല്ലാ ബില്ലുകളും എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്യുന്നത് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറും അതിൽ പ്രത്യേകതകളുള്ള അതിനുവേണ്ടി തന്നെ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം അതിൽ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നിടത്തോളം കാലം, ആ പ്രോഗ്രാം റൺ ചെയ്യുന്നിടത്തോളം കാലം അത് ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ബില്ലിങ്ങിൻ്റെ ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ അടുത്ത ഇടയ്ക്കായിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെന്റലി ഉള്ള അതിൻ്റെ കഴിവുകൾ വികസിച്ചു. അതിനോടൊപ്പം തന്നെ ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വളരെ ഫണ്ടമെന്റലായിട്ടുള്ള ഈ പ്രോഗ്രാമുകളുടെ അതിൻ്റെ ആ രീതി മാറി. അപ്പോൾ ആ പ്രോഗ്രാമുകൾക്ക് പകരമായി ഈ പുതിയ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾ ആ പ്രോഗ്രാമുകൾക്ക് പകരമായി പ്രോഗ്രാം തന്നെയായ മറ്റൊരു കാര്യമാണ് ഉപയോഗിക്കുന്നത്. അതിനെ അൽഗോരിതം എന്നാണ് വിളിക്കുന്നത്. ഈ അൽഗോരിതവും ഞാൻ നേരത്തെ പറഞ്ഞ നിർദ്ദിഷ്ടമായിട്ടുള്ള നിർദ്ദേശങ്ങളെ പ്രോഗ്രാമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിർദ്ദേശങ്ങൾ ആദ്യത്തെ ഉള്ള സാധാരണ പ്രോഗ്രാമുകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. ഒരിക്കലും ആ ബില്ലിംഗ് മെഷീനിൽ ഇരിക്കുന്ന ആ പ്രോഗ്രാം നാളെ അത് ബില്ലടിച്ച് നാളെ ക്ലർക്ക് ആവുമെന്നോ അത് കഴിഞ്ഞ് മാനേജർ ആവുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിവ് അത് ആർജിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അൽഗോരിതം എന്ന് പറയുന്ന പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഉപയോഗിക്കും തോറും സ്വയം പരിഷ്കരിക്കാനും സ്വയം പഠിക്കാനും കഴിയുന്നവയാണ്. അതെങ്ങനെയാണ് ആ പ്രോഗ്രാമുകൾക്ക് വന്നത്? അത് നേരത്തെ നമ്മുടെ എവല്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള നമുക്കറിയാവുന്ന മെഷീൻ നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ ശരീരമാണ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ ആദ്യകാല കമ്പ്യൂട്ടറുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ആവാനുള്ള ഒരു പ്രധാന കാരണം അതിന് സ്വയം കാര്യങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ കഴിയില്ലായിരുന്നു. മനുഷ്യൻ എന്നുള്ളതിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സ്വയം കാര്യങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് തലച്ചോറിൻ്റെ ഫണ്ടമെന്റലിയുള്ള ഘടനയാണ്. നമ്മുടെ തലച്ചോറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോണുകളുടെ വലിയ സഞ്ചയങ്ങൾ കൊണ്ടാണ്. ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണുമായിട്ട് തൊട്ടില്ല എന്നുള്ള നിലയിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള വിവര കൈമാറ്റത്തിലൂടെയാണ് നമ്മളുടെ ചിന്തകളും അറിവുകളും വലുതാവുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യം പഠിക്കുമ്പോഴും ഈ ന്യൂറോണുകൾ മുന്നിൽ നമ്മൾ ആർജിച്ചു വെച്ചിരുന്ന വിവരങ്ങളെ സ്വയം പരിഷ്കരിക്കുകയും ആ പുതിയ അറിവിലേക്ക് നമ്മളെ നയിക്കാനും സഹായിക്കുന്നു ഈ ന്യൂറോണുകൾ. അൽഗോരിതങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ സത്യത്തിൽ ഈ ഒരു മാർഗത്തിനെയാണ് പിന്തുടർന്നത്. അപ്പോൾ പുതിയ പ്രോഗ്രാമുകളിലുള്ള വ്യത്യാസം അത് മുന്നേ പോലെ 1 തൊട്ട് 10 ലൈൻ വരെ നിർദ്ദേശങ്ങൾ എഴുതി വെക്കുകയല്ല. പക്ഷേ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ ആ ഒരു രീതിയിൽ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ സ്ഥാപിക്കുകയും അത് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോണുകളുടെ അതേപോലെയുള്ള കഴിവുകൾ ആർജിക്കാൻ സാധ്യതയുള്ളത്. അതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. അതാണ് ഈ അൽഗോരിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പുതിയ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെയുള്ള കമ്പ്യൂട്ടറുകളിൽ ഇന്റലിജൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള കമ്പ്യൂട്ടറുകൾ അത് സാധിക്കാൻ തുടങ്ങിയത്. അതാണ് ഫണ്ടമെന്റലി ഉള്ള വ്യത്യാസം.
അപ്പോൾ പ്രധാന മറ്റൊരു ചോദ്യം ഈ എവിടെയായി ഇപ്പോഴെല്ലാവരും ചോദിക്കുന്നു, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു വാക്ക് പണ്ട് സിനിമയിലൊക്കെ വരുമ്പോൾ തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു ഭൂതമാണെന്നോ അല്ലെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കാൻ മറ്റേ ടെർമിനേറ്റർ സിനിമകളിലൊക്കെ വരുന്ന പോലെ റോബോട്ടായി വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതികളും ഉണ്ട്. ആശങ്കകൾക്കിടയിൽ നമുക്കതും അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അത് വളരെ ചെറിയ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലാണ്. ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വേണമെങ്കിൽ മൂന്നായിട്ട് നമുക്ക് തരം തിരിച്ചു കഴിഞ്ഞാൽ നാരോ ഇൻ്റലിജൻസ്, ജനറൽ ഇൻ്റലിജൻസ്, സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. നാരോ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തെടുത്ത അൽഗോരിതങ്ങൾ. ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ChatGPT, ജെമിനി, അങ്ങനെയുള്ള കാര്യം. അതിനെ ലാംഗ്വേജ് ലേണിംഗ് മോഡൽ, LLMs എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന വാക്കുകളെ അർത്ഥവ്യാകരണങ്ങളിലൂടെ പിടിച്ചെടുത്ത് അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്ന രീതിയിൽ അതിനെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. അതൊരു നാരോ ഇൻ്റലിജൻസ് ആണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് അല്ലാതെ അറിയാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിലെ ഫേസ് റെക്കഗ്നീഷൻ, നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞ് ഫോൺ അൺലോക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ യൂട്യൂബിലും മറ്റും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള, നിങ്ങളൊരു വീഡിയോ കണ്ടു തുടങ്ങിയാൽ ആ താല്പര്യത്തിനനുസരിച്ചുള്ള സജഷൻസ് കൊണ്ടുതരുന്ന തരത്തിലും ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതെല്ലാം നാരോ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉദാഹരണങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ നാരോയാണ്, നാരോ ഇൻ്റലിജൻസ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി വരാൻ പോകുന്നത് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പൊ എന്താണ് ഈ നാരോയിൽ നിന്ന് ജനറലിലോട്ടുള്ള ദൂരം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്യാനാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന തരത്തിൽ സാങ്കേതികത വളർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും, അല്ലെ മനുഷ്യരോടൊപ്പം തന്നെ, അല്ല ഒരു മനുഷ്യന് തുല്യമായ തത്തുല്യമായ ഇന്റലിജൻസ് പ്രകടിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് അതിനെ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നാരോ ഇന്റലിജൻസ് ChatGPTക്ക് അറിയില്ല, എന്താ പറയുക, അതിനെ പറഞ്ഞു കൊടുക്കാതെ അറിയില്ല, അതിന് ചിലപ്പോൾ ഈ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ സാമൂഹിക വശങ്ങളോ ഒന്നും നാരോ ഇന്റലിജൻസ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ജനറൽ ഇന്റലിജൻസ് വരുമ്പോൾ നമ്മുടെ മനുഷ്യരെ പോലെ പല കാര്യങ്ങൾ ഒരുമിച്ച് വിശദീകരിച്ച് വിശകലനം ചെയ്ത് ഉത്തരങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ തൊട്ടാണ് നമ്മുടെ ആശങ്കകൾ കൂടുതൽ തുടങ്ങുന്നത്. ഇനി അതിൻ്റെ അടുത്ത പടിയാണ് സൂപ്പർ ഇൻ്റലിജൻസ്. സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ മൊത്തം ബുദ്ധിശക്തികൾ ഒരുമിച്ച് വെച്ചാൽ പോലും അതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഇൻ്റലിജൻസ് ആയിരിക്കും സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു എന്താ ഒരു ഫാൻറ്റസി സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ അത് കേൾക്കുന്നത് പോലെ തോന്നാം. പക്ഷേ ഇതൊക്കെ വളരെയധികം സാധ്യമായ കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പുരോഗമനം, നമ്മുടെ ശാസ്ത്രം എങ്ങോട്ടാണ് വികസിച്ചുകൊണ്ട് പോകുന്നത്, അതിൻ്റെ ലീനിയാരിറ്റി നോക്കിയാൽ, അല്ലെ അതിൻ്റെ എക്സ്പൊണൻഷ്യാലിറ്റി നോക്കിയാൽ നമുക്കറിയാം ഇത് സാധ്യമാണെന്നും ഇത് എപ്പോൾ സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു ചോദ്യമുള്ളൂ. ചുരുക്കത്തിൽ എന്താണ് നിർമ്മിത ബുദ്ധി എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ബുദ്ധി ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ കമ്പ്യൂട്ടറുകളെ പരുവപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയാണ് വളരെ സിമ്പിളായി നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ നിർമ്മിത ബുദ്ധിക്ക് ഇത്രയും ശക്തി അല്ലെങ്കിൽ ഇത്രയും ബുദ്ധി എങ്ങനെയാണ് വന്നത്? ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏറ്റവും ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ എടുത്താലും അയാൾക്ക് പൊതുവായുള്ളൊരു വിദ്യാഭ്യാസം, അതായത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതായത് നല്ലൊരു തലച്ചോറുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നല്ല ബുദ്ധിയുള്ള ഒരു പാരമ്പര്യത്തിലെ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ, ഐൽസിൻ്റെ കുട്ടിയാണെന്ന് വെച്ചു. അപ്പോൾ ഫണ്ടമെന്റലി നല്ലൊരു തലച്ചോറ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഐൻസ്റ്റീൻ്റെ കുട്ടിയോ നിങ്ങളൊരു ഔപചാരിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ യാതൊന്നും പഠിപ്പിക്കാതെ വളർത്തുകയാണെങ്കിൽ ആ കുട്ടി വെറും ഒരു സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കുട്ടിയായി മാറാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ബുദ്ധി വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറ് മാത്രമല്ല, ആ തലച്ചോറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ബുദ്ധി. തലച്ചോറ് നിങ്ങളെ അതിനെ പ്രാപ്തമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഡേറ്റ ആണ് നിങ്ങളുടെ ബുദ്ധി. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കിട്ടിയ ഡേറ്റയുടെ വലിപ്പം കൊണ്ടാണ്. അപ്പോൾ
അപ്പോൾ വേറൊരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഒരു 10 വർഷം മുന്നേ ആയിരുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉള്ളതിന് പകരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ അത്രയും ഇത് വളർച്ച നേടുമായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയും. കാരണം ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിച്ചതോടുകൂടിയാണ് ഈ AI ശക്തിയും കൂടാൻ തുടങ്ങിയത്. കാരണം ഇന്റർനെറ്റിന്റെ ഉപയോക്താക്കൾ കൂടുന്നതിനനുസരിച്ച് അതിലെ വിവരങ്ങളും, നിങ്ങൾ ഉപയോഗിക്കുന്ന വിവരങ്ങളും, നിങ്ങൾ സൂക്ഷിക്കുന്ന വിവരങ്ങളും എല്ലാം വിവരങ്ങളുടെ വലിയ ഒരു കൂട്ടം AIക്ക് പഠിക്കാൻ കിട്ടിയത് കൊണ്ടാണ് അതിപ്പം ഇത്ര ശക്തമായിട്ടിരിക്കുന്നത്. ഈ ഡേറ്റ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, AI ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡേറ്റയാണ്. രണ്ടാമത്തെ കാര്യമാണ് പവർ. അതായത് നിങ്ങൾക്ക് വിവരങ്ങൾ മാത്രം പോരാ, അത് പ്രോസസ്സ് ചെയ്യാൻ ശക്തമായ ഒരു തലച്ചോറും കൂടെ വേണം. അപ്പോൾ ആ തലച്ചോറാണ് കമ്പ്യൂട്ടറുകൾക്കുള്ളിലിരിക്കുന്ന ചിപ്പുകൾ. ഈ ചിപ്പുകൾ മുൻപൊക്കെ കൺവെൻഷണൽ ആയിട്ടുള്ള സാധാരണ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ പ്രൊസസ്സർ എന്നൊക്കെ പറയുന്ന ഇന്റലിന്റെയും അങ്ങനെയുള്ള പ്രൊസസ്സർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ AI കുതിച്ചാട്ടത്തിന് തൊട്ട് മുമ്പ് ആക്സിഡന്റലായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. പണ്ട് തൊട്ടേ കമ്പ്യൂട്ടറുകളിൽ ഈ മെയിൻ പ്രൊസസ്സറിൻ്റെ കൂടെ ഉപയോഗിച്ചിരുന്ന ഈ കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10, 35, 40 വയസ്സുള്ളവർക്കൊക്കെ അറിയായിരിക്കും, കമ്പ്യൂട്ടറൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്രാഫിക്സ് കാർഡ് വെക്കും. ഗെയിമുകളൊക്കെ കളിക്കാൻ വേണ്ടി, നല്ല ചിത്രങ്ങളൊക്കെ വരാൻ വേണ്ടി ഒരു കാർഡ് വെക്കുമായിരുന്നു, ഗ്രാഫിക്സ് കാർഡ്, GPU എന്നാണ് അതിന് പറയാം. ഒരു ബിരുദൻ ഈ GPU ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കാം, അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് GPU അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിപ്പുകൾ, വളരെ ശക്തമായിട്ടുള്ള പ്രോസസ്സിംഗ് ചിപ്പുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇതിലോട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി മുന്നോട്ടുള്ള രീതിയിൽ വികസിക്കാനുമുള്ള അവസരങ്ങൾ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഈ ഗ്രാഫിക്സിന്റെ ഇത് പറഞ്ഞപ്പോഴാണ് NVIDIA എന്നുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എത്ര പേർക്ക്. NVIDIA എന്നുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ്. കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ അവരുടെ ആസ്തി ഏകദേശം ഒരു 3 ട്രില്യൺ ഒക്കെ കഴിഞ്ഞു. അതായത് കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിലാണ് NVIDIA വളർച്ചയുണ്ടായത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ ആസ്ഥാനമൊക്കെ ഉള്ള കമ്പനിയാണ്. അപ്പോൾ അവർ ശരിക്കും വളരെ സൈലൻ്റായി ഇതുപോലെ ഗെയിം കളിക്കാനുള്ള ചിപ്പ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. വളരെ പെട്ടെന്നാണ് അവർക്കൊരു ജാക്ക് പോട്ട് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ NVIDIA പോലുള്ള NVIDIAയുടെ ഗ്രാഫിക്സ് പ്രൊസസ്സർ വന്നതോടുകൂടി ഇതിന്റെ ശക്തികൾ 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഈ അൽഗോരിതം, പ്രോഗ്രാമിന് പകരമായിട്ടുള്ള അൽഗോരിതത്തിന്റെ ഉപയോഗവും ഈ ഡേറ്റകളെയെല്ലാം പരിശീലിപ്പിക്കാൻ കഴിയുന്ന, അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മെഷീൻ ലേണിംഗ് എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവാം. എന്താണ് ഈ മെഷീൻ ലേണിംഗ്? അപ്പോൾ ഇത്തരം ഡേറ്റകൾ മാത്രം ഉണ്ടായപ്പോയാൽ ഈ കമ്പ്യൂട്ടറിന് ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനും കഴിയണം. അപ്പോൾ അതിന് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് ആ വാക്കിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ടെങ്കിലും എൻ്റെ അർത്ഥം ഉണ്ടെങ്കിലും മെഷീൻ ലേണിംഗിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇത് ട്രെയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കാനുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക് കുറേ ഡേറ്റകൾ കൊടുക്കുമ്പോൾ ഈ ഡേറ്റകളിൽ നിന്ന് കൃത്യമായി അതൊരു പാറ്റേൺ പഠിച്ചെടുക്കും. അതാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയാം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു 10,000 നായകളുടെയോ അല്ലെങ്കിൽ 10,000 പൂച്ചകളുടെയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യരുടെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഒന്നൊന്നായിട്ട് ഇത് പഠിച്ചിട്ട് ഇവരെ എങ്ങനെ, അല്ലെങ്കിൽ പട്ടിയെയും പൂച്ചയെയും എങ്ങനെ വേർതിരിച്ചറിയാം, മനുഷ്യനെയും പട്ടിയെയും എങ്ങനെ വേർതിരിച്ചറിയാം, അങ്ങനെയുള്ള ഈ ഡേറ്റകൾ തമ്മിലുള്ള ഡിഫറൻസിന് അതിന് മാത്രം അറിയാവുന്ന രീതിയിൽ ചില വർഗീകരണങ്ങളും പാറ്റേണുകളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും മനുഷ്യരും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രസന്റേഷൻ ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും ഈ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു സംഗ്രഹം ചോദിച്ചാൽ ഓരോരുത്തരും പല വ്യത്യസ്ത രീതിയിലായിരിക്കും അത് പറയുന്നത്. കാരണം ഓരോരുത്തരും മനസ്സിലാക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് പാറ്റേണുകളാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തുക. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഡേറ്റകൾ എവിടുന്ന് വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്റർനെറ്റിന്റെ വളർച്ചയോടുകൂടി ഇത്തരം ഡേറ്റകൾ AIക്ക് അവൈലബിൾ ആയി. ഈ ഡേറ്റയെ നിരന്തരമായി പഠിച്ച് പാറ്റേണുകൾ മനസ്സിലാക്കി AI അതിന്റെ ശക്തി വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തത്, എന്നിരുന്നാലും എങ്ങനെയാണ് ഈ ടെക്നോളജി ഇങ്ങനെ ത്വരിതഗതിയിൽ വളരുന്നത്? എന്താണ് അതിൻ്റെ കാരണം? അതിനൊരു
ഒരു കാരണമുണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാരണമാണ്. അത് പറഞ്ഞാൽ അത് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ഞാനൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് റേ കുഴ്സ്വെൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ടെക്നോളജിയുടെ ഗ്രോത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പുതിയ കണ്ടുപിടുത്തവും അടുത്ത കണ്ടുപിടുത്തം നടത്താനുള്ള നമ്മുടെ കഴിവിനെ 10 മടങ്ങ് വേഗത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫല്ല, ക്രമേണ ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫല്ല, അതൊരു എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. കാരണം ഈ കഴിവുകൾ മെച്ചപ്പെട്ട് സ്വയം പരിഷ്കരിച്ച് വീണ്ടും മെച്ചപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇതിന്റെ ഗ്രാഫ് നേരെ കുത്തനെയാണ് പോകുന്നത്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലായിരിക്കും, അല്ലാതെ ക്രമാനുഗതമായിട്ടായിരിക്കത്തില്ല. എങ്ങനെയാണ് ഈ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് അല്ലെങ്കിൽ ആ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഒരു ആദിമ മനുഷ്യൻ, മനുഷ്യർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഈ ടൂൾ എന്ന് പറയുന്നത് ഈ കല്ലുകൊണ്ട് ചെത്താനുള്ള ഉള്ളി പോലുള്ള ചില ഉപകരണങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യം ഒരു കല്ലുകൊണ്ടുള്ള ഉള്ളി കണ്ടുപിടിച്ചു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം അവൻ ആ കല്ലുളി കൊണ്ട് അവനൊരു അമ്പുണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ ദിവസം ഈ ഉളിയും അമ്പും കൊണ്ട് അവന് വേട്ടയാടാൻ പറ്റും. അപ്പൊ ഈ ഓരോ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് മുന്നോട്ടുള്ള അവൻ്റെ ആ കണ്ടുപിടുത്തത്തിനുള്ള ആ ഊർജവും അതിൻ്റെ സാഹചര്യവും കൂടിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അവന് കൃഷി ഉണ്ടാവാം, ആ കൃഷി മൊത്തത്തിൽ മനുഷ്യരെ സഹായിച്ചിട്ടുണ്ടാവാം. അവൻ വീല് കണ്ടുപിടിക്കുന്നു, ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നു, ആ ചക്രങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ മുന്നേ ഉള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും അടുത്ത കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകമാകുന്ന ആ ഒരു രീതിക്കാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ടെക്നോളജിയുടെ ത്വരിത രീതിയിലുള്ള വളർച്ചയുടെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകളാണ്. ഇനി നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് നാം വിചാരിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിൻ്റെ പ്രധാന കാര്യമായ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ജെഫ്രി ഹിൻഡൻ എന്ന ഒരു ശാസ്ത്രജ്ഞനെയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉള്ള സംഭാവനയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണ്. ഇദ്ദേഹം 2024 നൊബേൽ സമ്മാനം കിട്ടിയത്. 2023 വരെ അദ്ദേഹം പലയിടത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഗൂഗിൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടെക് ടീമിൻ്റെ വലിയ ഉയർന്ന നിലയിലുള്ള ഒരു സയൻറ്റിസ്റ്റ് തസ്തിക വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം 2023 ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി ആ തസ്തികയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മുന്നോട്ട് പോയാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ സമൂഹത്തിനോട് പറയാൻ പറ്റുമായിരിക്കില്ല. കാരണം ഈ ജോലിയുടെ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ കൂടെ നിൽക്കുന്നതിൽ ഉത്തരവാദിത്വം അദ്ദേഹം ആ ഒരു കാരണം കൂടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ജോലിയിൽ നിന്ന് രാജിവെച്ചത്. അന്ന് മുതൽ ജെഫ്രി ഹിൻഡൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ധാരാളം ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആശങ്കകളാണ് ഞാൻ 3 പോയിന്റ്സിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും വിചാരിക്കുന്നു ഈ AI ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ സാങ്കേതികവിദ്യ കുറച്ച് നാൾ കൂടെ ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള ഒരു സിസ്റ്റമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭയമെന്ന് കരുതുക. എന്നാൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത്തരത്തിലുള്ള മനുഷ്യരോടൊപ്പമോ അതിനേക്കാളും വലിയ ഇൻ്റലിജൻസോ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഗുരുതരമായ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം, ഇത്തരത്തിലുള്ള അതിബുദ്ധിയുള്ള ഇത്തരത്തിൽ ഉള്ള ടെക്നോളജികളോ യന്ത്രങ്ങളോ ഏതെങ്കിലും ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങളുള്ള ഗവൺമെൻറ്റുകളുടെയോ വ്യക്തികളുടെയോ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ അറിയാം, ഈ ഇഷ്ടംപോലെ ഈ ആർട്ടിഫിഷ്യൽ വീഡിയോ ക്രിയേഷൻ ഒക്കെ ഏജൻസ് ഉണ്ടായതുകൊണ്ട് ഇലക്ഷനൊക്കെ ഇറങ്ങുമ്പോൾ പല തരത്തിലുള്ള വീഡിയോകളും അല്ലാതെ നമുക്ക് കാണാം. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത് ഏതാണ് വിശ്വസിക്കേണ്ടാത്തതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ദുരുപയോഗം വളരെ വലിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജെഫ്രി ഹിൻഡൻ്റെ ഈ
ഈ പോയിന്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ യഥാർത്ഥ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആശങ്കകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആശങ്കയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായി വരുമ്പോൾ ഉണ്ടാവുന്ന തൊഴിൽ നഷ്ടങ്ങൾ. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, കമ്പ്യൂട്ടർ വരുമ്പോൾ തന്നെ ഈ ഒരു ചീത്തപ്പേരുണ്ട്. കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള സമരങ്ങൾ വരെ നടന്നിട്ടുള്ള നാടാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. കാരണം ഇത് മനുഷ്യനെ പോലെ ഏകദേശം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമായതുകൊണ്ട്. അപ്പോൾ ഇതിലുള്ള ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4-5 ആശങ്കകൾ അത് എക്കാലത്തെയും ഉള്ള ആശങ്കകളല്ല, ഇപ്പോൾ നമുക്ക് യഥാർത്ഥം എന്ന് ഉറപ്പുള്ള ആശങ്കകൾ മാത്രമേ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം അതനുസരിച്ചുള്ള ന്യൂസ് വെബ്സൈറ്റുകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1-2 ഉദാഹരണം പറഞ്ഞ് നമുക്ക് പോവാം. അതായത് ഒരു 2023 സമയത്താണ് ഇതിനെക്കുറിച്ച് ഒരു വൈഡായിട്ടൊരു വാർത്ത വരുന്നത്. ഈ വാർത്ത ഞാൻ അന്ന് വായിച്ചിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഗാർഡിയനിൽ ഒരു അനാബൽ ബീൽസ എന്നൊരു 49-കാരി UK ഒരു സ്ത്രീ ഒരു ലേഖനം എഴുതിയിരുന്നു. അതായത് അവർ വളരെ ആഗ്രഹിച്ച് നേടിയ ഒരു ജോലി ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിലെ പൂന്തോട്ടത്തിനെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ ഒരു റൈറ്റപ്പ് എഴുതുന്ന കണ്ടന്റ് റൈറ്ററായിട്ടുള്ള ജോലി. അവർ ആ ജോലിക്ക് കയറി ആദ്യത്തെ 1-2 മാസങ്ങൾ വളരെ നന്നായിട്ട് പോയി. പിന്നെ ക്രമേണ ജോലി കുറയുന്നതായിട്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഒരു ദിവസം അവരുടെ മാനേജർ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് കേൾക്കാനിടയായി. അതായത് പുതിയൊരു കണ്ടന്റ് എഴുതേണ്ടി വന്നപ്പോൾ എടുത്ത ChatGPT കൊടുക്കാൻ പറയുന്നത് കേട്ടു. 8 മാസത്തിനുള്ളിൽ ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവർ വേറൊരു ടോട്ടലി ഡിഫറൻ്റായ മറ്റൊരു ജോലിക്ക് ഈ അനുഭവം ഗാർഡിയനിൽ എഴുതിയിരുന്നു. ആ അനുഭവത്തിനോട് ഒപ്പം തന്നെ ധാരാളം പേരുടെയും അനുഭവങ്ങൾ അന്ന് അതിനെക്കുറിച്ച് ആ പത്ര റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2023 ഹോളിവുഡിൽ ഒരു വലിയ സമരം നടന്നു. റൈറ്റേഴ്സ് ഗിൽഡ്, അതായത് അവിടുത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മ ഒരു സമരം നടത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ChatGPT പോലുള്ള നാരോ ഇൻ്റലിജൻസ്, അതായത് LLM ലാംഗ്വേജ് ലേണിംഗ് മോഡൽസ്, നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ വന്നതിൽ പിന്നെ നിങ്ങളുടെ ഡേറ്റകൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു തിരക്കഥയുണ്ട്, ആ തിരക്കഥ തിരുത്തണമെങ്കിലോ ആ തിരക്കഥയിൽ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലോ അതിലെന്തെങ്കിലും സജഷൻസ് വരുത്തണമെങ്കിലോ ഒക്കെ AI ഉപയോഗിക്കാം എന്നുള്ള നിലയിലായി. അപ്പോൾ അവർക്ക് ഒരു ഭയം വന്നു, പൂർണ്ണമായിട്ടും എഴുത്തുകാരുടെ ജോലി അങ്ങ് പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് അവരൊരു സമരം ഏകദേശം വിജയിച്ചു എന്ന് വേണേൽ പറയാം. കാരണം പിന്നെ ഹോളിവുഡിലെ പല പ്രൊഡക്ഷൻ കമ്പനികൾക്കും സമ്മതിക്കേണ്ടി വന്നു AI ഉപയോഗിച്ചാലും ഇവരുടെ മുഴുവൻ ശമ്പളം കൊടുക്കും എന്നൊക്കെയുള്ള. ഇത് ലോകത്തിൽ പല ഇടത്ത് നടന്നില്ല. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് അറിയാം, ഇപ്പം ഒരു ആർട്ട് ഫോം കണ്ടു കഴിഞ്ഞു, ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് AI വരച്ചതാണോ അതോ മനുഷ്യൻ വരച്ചതാണോ എന്നൊക്കെ പറയാൻ ഇപ്പം ഭയങ്കര പാടാണ്. അപ്പോൾ സർഗാത്മകമായിട്ടുള്ള പല കാര്യങ്ങൾക്കും AI ഇപ്പോൾ തന്നെ ഒരു വെല്ലുവിളിയാണ്. തൊഴിൽ നഷ്ടങ്ങൾ എന്നുള്ളത് യഥാർത്ഥമാണ്. രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷപാതം. അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ AI എങ്ങനെയാണ് ബുദ്ധി ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അതിലെ പാറ്റേണുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇവ ഓരോ പുതിയ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റയിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പക്ഷപാതപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ആ കമ്പ്യൂട്ടർ പഠിക്കുന്നതും അത് തന്നെയായിരിക്കും. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അല്പം പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം ആദ്യമേ അങ്ങ് പറയാം. അതായത് അൺമാസ്കിംഗ് AI എന്ന ബുക്ക് എഴുതിയ ജോയ് എന്നൊരു വനിത ഉണ്ടായിരുന്നു. അവർ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും ഈ ഫൗണ്ടർ ഓഫ് അൽഗോരിതമിക് ജസ്റ്റിസ് ലീഗ്, അതായത് AI മൂലമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്ന് വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. അവർ ഒരിക്കൽ MIT എന്ന സർവകലാശാല ഉണ്ടാക്കിയ ഒരു ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇവരൊരു കറുത്ത വർഗ്ഗക്കാരിയാണ്. ഇവർ എങ്ങനെ ആപ്ലിക്കേഷൻ്റെ മുന്നിൽ പോയിരുന്നിട്ടും ഇവരെ ഒരു മനുഷ്യനായിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല, അത് മനുഷ്യൻ്റെ മുഖമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്തു ചെയ്തു, അവർ മുഖത്ത് കുറച്ച് ഒരു മാസ്ക് എന്നോ അല്ലെ ഫേസ് പാക്ക് എന്നോ അങ്ങനെയൊക്കെ ഇടാം. ചുരുക്കം പറഞ്ഞാൽ മുഖത്തെ കളറൊന്ന് പെയിന്റ് അടിച്ച് മാറ്റി. അപ്പോൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫേഷ്യൽ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ മുഖത്തെ തിരിച്ചറിയാനാണെങ്കിലും അതിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ച ഡേറ്റ മുഴുവൻ എടുത്തിരിക്കുന്നത് വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നായിരുന്നു. അപ്പോൾ ആ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നുള്ള ആ ഡേറ്റയുടെ ബയാസ് സ്വാഭാവികമായിട്ടും ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലും
കയറിപ്പറ്റിയിട്ടുണ്ട്. ഇത് നിറത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പവർ ഓഫ് ഷാഡോ. അതായത് നിറം മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള എല്ലാ മുൻവിധികളും, വ്യവസ്ഥാപിതമായിട്ടുള്ള ഒഴിവാക്കലുകളും അധികാരഘടനകളും പുരുഷാധിപത്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഒരു AI മെഷീൻ പഠിച്ചെടുക്കാൻ കാരണമുണ്ട്. കാരണം അത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയിലെ പാറ്റേൺ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയിൽ പക്ഷപാതമുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിലും ഉണ്ടാവും. ഇതിന് അനവധി ഉദാഹരണങ്ങളാണുള്ളത്. ഫേഷ്യൽ റെക്കഗ്നീഷൻ മാത്രമല്ല, പല പത്ര റിപ്പോർട്ടുകളിലും റീസെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത് ജോലിയിൽ, ബാങ്കിൽ, നിയമത്തിൽ ഒക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജോലിയുടെ കാര്യം പറയാന്നാൽ ആമസോൺ എന്ന് പറയുന്ന കമ്പനി അവരുടെ മുന്നിലേക്ക് വരുന്ന ജോലിയുടെ ആപ്ലിക്കേഷനുകളെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടാക്കി. പക്ഷേ അത് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അത് 80% പുരുഷന്മാരെയാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ത്രീകളെ റിജക്റ്റ് ചെയ്യുന്നു. കാരണം പരമ്പരാഗതമായിട്ട് ഒരുപക്ഷെ ആ കമ്പനി കൊടുത്ത ഡേറ്റ വെച്ചിട്ടോ കൂടുതൽ 80% പുരുഷന്മാരായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ AI മെഷീൻ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തപ്പോൾ സ്ത്രീ എന്നുൾപ്പെട്ടാൽ അതൊരു നെഗറ്റീവ് മാർക്കായി കണക്കാക്കാൻ തുടങ്ങി. കാരണം കൂടുതൽ കഴിവുള്ളവർ പുരുഷന്മാരാണ് എന്നുള്ള നിലയിലേക്ക് അത് കൃത്യമായിട്ട് ആ ഡേറ്റയുടെ കുഴപ്പമാണ്. അതുപോലെ തന്നെ ബാങ്കിൽ എനിക്ക് തോന്നുന്നു 2019 തൊട്ട് ഏകദേശം കുറേ വർഷങ്ങളിലെ ഈ ബാങ്ക് ലോണിൻ്റെ ആപ്ലിക്കേഷൻസ് അത് ഫിൽട്ടർ ചെയ്യാൻ പല ബാങ്കുകളും AI സഹായം അമേരിക്കയിൽ എടുത്തിരുന്നു. അപ്പോൾ ഈ 2019 തൊട്ടുള്ള പല ആപ്ലിക്കേഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തും നമുക്ക് മനസ്സിലായത്, നിങ്ങളൊരു ബ്ലാക്ക് ആണോ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം തള്ളിപ്പോവാൻ 80% സാധ്യതയുണ്ട്. നിങ്ങളൊരു ഇന്ത്യൻ ആണോ, ഒരു 50% സാധ്യതയുണ്ട്, ഇന്ത്യനോ ഏഷ്യനോ ആണെങ്കിൽ. നിങ്ങളൊരു ഒരു മെക്സിക്കൻ ആണെങ്കിൽ അതൊരു 40% കുറയും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള, കാരണം അത് ആ ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുത്ത് അതിനെ പഠിച്ചപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്, അല്ലെ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടാവുന്ന അമേരിക്കയിൽ വെളുത്ത വർഗ്ഗക്കാർ തന്നെയായിരിക്കാം. പക്ഷേ കമ്പ്യൂട്ടർ പഠിച്ചു വെച്ചത് വേറൊരു തരത്തിലുള്ള നിർദ്ധാരണമാണ്. അതായത് വെളുത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ലോൺ കൊടുക്കാം, കറുത്ത ആളാണെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് അവ പഠിച്ചു വെച്ചത്. അതുപോലെ തന്നെ നിയമത്തിലും ഇപ്പോൾ അതിന് കുറേ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ മുമ്പ് ചില പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സമയത്ത് ഈ ക്രിമിനൽ റെസിഡിവിസം എന്ന് പറയുന്നത്, അതായത് കുറ്റം ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഒരാൾ ഭാവിയിൽ കുറ്റം ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു അൽഗോരിതം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് കുറച്ചുനാൾ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് കറുത്ത വർഗ്ഗക്കാരെ മുൻവിധിയോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം മുന്നേ ഉള്ള ക്രിമിനൽ റെക്കോർഡ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പഠിച്ചപ്പോൾ അങ്ങനെയാണെന്ന് തോന്നിയത്. അപ്പോൾ നിയമത്തിലുമൊക്കെ ഇതിൻ്റെ പക്ഷപാതം നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്വകാര്യത എന്തായാലും വലിയ പ്രശ്നമാകുമല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ AI പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ തന്നെയാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിലോ മറ്റിടത്തോ അല്ലെങ്കിൽ അതുപോലുള്ള പല ആപ്ലിക്കേഷനിലോ കയറുമ്പോഴോ വിസിറ്റ് ചെയ്യുമ്പോഴോ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴോ ഒക്കെ ഈ വിവരങ്ങൾ എടുത്തിട്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ തീർച്ചയായും ഇവരുപയോഗിക്കുന്നുണ്ട്. ഇത് നേരിട്ട് അവർ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് കാണും, end-to-end എൻക്രിപ്റ്റഡ്, ഒരു ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കും അടിയിൽ വരാം. അത് വാട്സാപ്പ് വാഗ്ദാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് എടുത്ത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ ആ ഡേറ്റയെ, നിങ്ങൾ അയക്കുന്ന മെസ്സേജിനെ മറ്റൊരു കോഡ് ഭാഷയിലാക്കി മാറ്റുകയും അത് സെർവർ വഴി കറങ്ങി ഉപയോഗിക്കുന്ന ആളുടെ ഫോണിൽ എത്തിയാൽ മാത്രമേ അത് തിരിച്ച് വായിക്കാവുന്ന രീതിയിൽ അതിനെ ഡിക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് അത് തരുന്ന വാഗ്ദാനം. അതിൻ്റെ അർത്ഥം വാട്സാപ്പ് പോയി നിങ്ങളുടെ മെസ്സേജ് തുറന്നു നോക്കുന്നില്ല എന്നൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഡേറ്റ ഉപയോഗിക്കുന്നില്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ എൻക്രിപ്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിന് വേണം അതിൻ്റെ പാറ്റേൺ കണ്ടെത്താം. ഈ വിവരങ്ങൾ അതിനെ സ്വയം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കാം. പക്ഷെ നിയമപരമായി നോക്കുമ്പോൾ കമ്പനി നിങ്ങളുടെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സ്വകാര്യതയുടെ ആദ്യത, AI എന്ന് പറയുന്നത് വളരെ ഡേറ്റ ഹംഗ്രിയാണ്. AIക്ക് ആ ബുദ്ധി കിട്ടണമെങ്കിൽ അതിൻ്റെ ഭക്ഷണം ഡേറ്റയാണ്. പിന്നെ സാധാരണ പറഞ്ഞ പോലെ
നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഡേറ്റകളൊക്കെ എടുക്കാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയർ വ്യൂ AI എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ കമ്പനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൊക്കെ ഉള്ള നിങ്ങളുടെ ഫോട്ടോകളെ അതിനെ അത് റീഡ് ചെയ്യും. അത് വലിയൊരു ഡേറ്റാബേസ് ആക്കിയിട്ട്, അത് എനിക്ക് തോന്നുന്നൊരു 300 കോടി ഫോട്ടോസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഇതെല്ലാം പോലീസിന് കൈമാറുകയൊക്കെ ചെയ്തു. അപ്പോൾ പക്ഷേ അത് യൂറോപ്യൻ യൂണിയനിലൊക്കെ വലിയ പ്രശ്നങ്ങളായി. കാരണം അവിടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ഈ കമ്പനിക്കെതിരെ ഇപ്പോൾ ഏകദേശം ഒരു 100 കേസുണ്ട്. അവർ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഈ വാട്സാപ്പിൻ്റെ ഇതുപോലെ അവർക്ക് വേണേൽ പറയാം, ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ എഞ്ചിൻ ഉപയോഗിക്കും, ഡേറ്റ എഞ്ചിൻ ഉപയോഗിക്കുമായിരിക്കും എന്ന് പറയാമായിരിക്കാം. ഇനി നാലാമത്തെ കാര്യമാണ് കുറ്റകൃത്യങ്ങൾ. വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി കുറ്റകൃത്യങ്ങളുടെ ഒരു സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് എടുത്തു പറഞ്ഞാൽ, ഇപ്പോൾ ഫിഷിംഗ് മെസ്സേജുകൾ എന്ന് പറയും. ഫിഷിംഗ് മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വല്ലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഇമെയിലിലോ മെസ്സേജിലോ ഒക്കെ നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അടുത്ത കാര്യങ്ങൾ. അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾ പറയും ഒരു 50,000 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ, അപ്പോൾ അത്തരത്തിലുള്ള കോളുകളൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഇതൊക്കെ പഴയ രീതിയിലുള്ള ഫിഷിംഗ് ആണ്. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുള്ള ഫിഷിംഗ് ഇങ്ങനെയല്ല. നിങ്ങളുടെ ഡേറ്റയും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും ഈ തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുടെ കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ ബോസ്, എല്ലാവരുടെയും വിവരങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് എൻ്റെ പുതിയ കമ്പനിയിൽ സിഇഒയുടെ പേരിൽ ഒരു മെയിൽ വരുവാണ്. എന്നിട്ട് മെയിൽ വന്നിട്ട് പറയാം, നിങ്ങൾ ഈ ഓപ്പൺ ചെയ്തിട്ട് ഈ സാധനം ഒന്ന് പരിശോധിക്കൂ എന്നുള്ള രീതിയിൽ വരികയാണ്. അത് ഭാഗ്യത്തിന് ഞാൻ ഓപ്പൺ ചെയ്തില്ല, കുറച്ച് പേരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ അതൊരു ഈ സ്പിയർ ഫിഷിംഗ് ആയിരുന്നു. അത് ഞങ്ങളുടെ സിഇഒയുടെ വിവരങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നോ മറ്റോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇമെയിൽ ID ഉണ്ടാക്കി നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ പ്രൊജക്റ്റോ നിങ്ങളുടെ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ചേർത്തൊരു മെയിൽ അയക്കുകയാണ്. അതിന് വിശ്വാസ്യത ഭയങ്കര കൂടുതലാണ്. നിങ്ങളെ തുറന്നു നോക്കാനുള്ള സാധ്യത ഒരു 99% ഇപ്പോൾ ഇങ്ങനെയാണ് കുറ്റകൃത്യങ്ങളുടെ പോക്ക്. നിങ്ങൾക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ ജാഗരൂകമായിട്ടിരിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ വോയിസ് ക്ലോണിങ്, വീഡിയോ ക്ലോണിങ് ഒക്കെ. വീഡിയോ ക്ലോണിങ്ങിനേക്കാളും കൂടുതൽ വോയിസ് ക്ലോണിങ് വളരെ സാധാരണ. ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളുടെയോ ആരുടെയെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് ആ വോയിസ് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഭീഷണി കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ മകളുടെ പേരിൽ നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഒരു റാൻസം മണി ആവശ്യപ്പെടാനും ഒക്കെ ഉള്ളൊരു സാധ്യത. അപ്പോൾ ആ ഒരു രീതിയിൽ കുറ്റകൃത്യങ്ങൾ വേറൊരു തരത്തിൽ വളരെ വിശ്വാസ്യത നേടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിനകത്തെ മറ്റൊരു വലിയ ആശങ്ക. ഇനി ഏറ്റവും അവസാനത്തെ ആശങ്ക, അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ ഇതും നമുക്ക് പറയാം. എങ്കിലും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ AI പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാനൊരു AI എഞ്ചിന് കുറേ ഡേറ്റ കൊടുക്കുന്നു, അതൊരു ഔട്ട്പുട്ട് തരുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഈ ഇൻപുട്ടായിട്ടുള്ള എടുക്കുന്ന ഡേറ്റയെ എന്ത് ചെയ്തു, AI എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അത് ഉണ്ടാക്കിയവർക്ക് പോലും പറയാൻ കഴിയില്ല. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഉദാഹരണത്തിന് ആ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഞാനൊരു വലിയ പെട്ടിക്കകത്ത് കുറച്ച് മൈദയും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ എടുത്തു വെച്ച് കൊടുക്കുന്നു. ഈ സാധനം ഒരു കേക്കായിട്ട് പുറത്തു കൊണ്ടിരുന്നു. ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ റെസിപ്പി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബോക്സിന് പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴുള്ള ഫണ്ടമെൻ്റലി AI പ്രശ്നം. നമ്മൾ മുന്നേ സംസാരിച്ച പക്ഷപാതം, അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആ പ്രോഗ്രാം ഉണ്ടാക്കിയ അല്ലെ ആ മെഷീൻ ഉണ്ടാക്കിയ ഉപയോക്താക്കൾക്കോ അല്ലെങ്കിൽ ആ മെഷീന് സ്വയമോ പറയാൻ കഴിയില്ല. ഇതാണ് AI ഒരു ഫണ്ടമെൻ്റൽ ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോൺ കിട്ടിയില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ റെസ്യൂമെ തള്ളിക്കളഞ്ഞു, ഇതൊക്കെ അറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ തെറ്റെന്താണെന്നറിയാതെ നമ്മൾ എങ്ങനെ അതിനെ തിരുത്തും എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ബാക്കി എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും തെറ്റ് കൃത്യമായി നമ്മൾ ആ തെറ്റിലേക്ക് എത്തും. അതൊരു ബഗ്ഗായിരിക്കും, അതൊരു പ്രശ്നമായിരിക്കും, അത് തിരുത്താം. ഇതിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്.
ഇനി എന്താണ് പരിഹാരം എന്നുള്ളത്? പരിഹാരം സാധാരണ പോലെ വളരെ സിമ്പിളാണ്. ഇതിനെ നമ്മൾ നിരോധിക്കുകയല്ല എന്തായാലും വേണ്ടത്. കാരണം AI അല്ലെ ഇത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യയുടെ വളരെയധികം ആവശ്യം നമുക്കിപ്പോൾ ഉണ്ട്. അത് ഒരു മേഖലയിലല്ല, ഈ പറഞ്ഞ ChatGPT പോലുള്ള ഒരു മേഖലയിലല്ല, വൈദ്യശാസ്ത്രത്തിലും റോക്കറ്റ് സയൻസിലും ഒക്കെ ഇത് വലിയ രീതിയിലുള്ള സംഭാവനകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, നിയമം മൂലം ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിയമം മൂലം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചസിനെ എന്തായാലും നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കാളവണ്ടിയിൽ നിന്ന് കാറായപ്പോഴത്തേക്ക് നമ്മൾ കാറിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്നില്ലേ? ട്രാഫിക് സിഗ്നൽ കൊണ്ടുവന്നു, സീറ്റ് ബെൽറ്റുകൾ നിർബന്ധമാക്കി, അല്ലെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കി. ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളെ കൊണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായുള്ളൊരു പരിഹാരം. അല്ലാതെ ഇതിനെ നിരോധിക്കുക എന്നുള്ള അതല്ല. ഇനി ഇങ്ങനൊരു ഒരു 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 നിർദ്ദേശം വന്നാൽ എന്തൊക്കെ ആയിരിക്കണം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനുവേണ്ടി പല തരത്തിലുള്ള പഠനങ്ങൾ, ഇപ്പം എത്തിക്കൽ AI എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുണ്ട്. അതായത് എത്തിക്കലായി നമുക്കെങ്ങനെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർവാർഡിൻ്റെ ഒരു ഡിവിഷൻ അവരെഴുതിയ ഒരു പേപ്പർ, അതിനകത്തുനിന്നാണ് ഞാൻ ഈ ഡേറ്റാസ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ എവിടെ ഒക്കെ തപ്പിയാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏകദേശം ഇതുപോലുള്ള സജഷൻസ് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാർവാർഡ് മുന്നോട്ട് വെക്കുന്ന 5 പ്രധാന തത്വങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് കമ്പനിയും അവർ പാലിക്കേണ്ട കാര്യങ്ങൾ: 1, നീതി, ഫെയർനെസ് എന്ന് പറഞ്ഞാൽ പക്ഷപാതം ഒരു തരത്തിലും AI അൽഗോരിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷപാതം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്, പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുത്തി നന്നാക്കാനുള്ള ഒരു ബാധ്യത അവരെടുക്കണം. 2, സുതാര്യത. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം. ഒരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് ആ അൽഗോരിതത്തിന് പറയാൻ കഴിയണം. അതായത് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആയി എന്ന് നിങ്ങൾക്കൊരു നേരിട്ട് പോയി അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ മാനേജർ പറഞ്ഞു തരും. പക്ഷേ ഇത്തരത്തിലുള്ള അൽഗോരിതങ്ങളും ആപ്ലിക്കേഷനും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് സാധ്യമല്ലാതെ വരും. പക്ഷെ അത് സാധ്യമാക്കണം എന്നുള്ളത്. 3, അക്കൗണ്ടബിലിറ്റി. അതായത് ഉത്തരവാദിത്തം. അതായത് നമ്മൾ ബാക്കി ഇപ്പം നിങ്ങളൊരു വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് ഇറങ്ങുന്നു, ഒരു അപകടം പറ്റി, ഒരാളെ ഇടിച്ചു, തീർച്ചയായിട്ടും നിങ്ങളാണ് എൻ്റെ ഉത്തരവാദി. പക്ഷേ ഇപ്പോൾ നിരത്തിലൊക്കെ ഓടുന്ന ഡ്രൈവർലെസ് കാറ് ഒരാളെ ഇടിച്ചാൽ ആരാണ് ഉത്തരവാദി? അത് വലിയൊരു നിയമപ്രശ്നമായിട്ട് മാറും. കാരണം ഡ്രൈവർ ഇല്ല, അതൊരു വ്യക്തിയല്ല. അപ്പോൾ ആര് ഉത്തരവാദിത്വം എടുക്കണം? തീർച്ചയായിട്ടും ആരെങ്കിലും ഉത്തരവാദിത്വം എടുത്തേ പറ്റൂ. കാരണം ആ ഒരു രീതിയിലേ നമ്മുടെ വ്യവസ്ഥിതി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്ന കമ്പനികൾ അവർക്ക് അവരുണ്ടാക്കുന്ന ഓരോ ആർട്ടിഫിഷ്യൽ മെക്കാനിസം മുന്നേറ്റത്തിനും അവരൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സ്വകാര്യത, അത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ ശബ്ദവും നമ്മുടെ ഫോട്ടോയും നമ്മുടെ വിവരങ്ങളും നമ്മുടേത് മാത്രം ആയിരിക്കണം. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം മനുഷ്യൻ്റെ നിയന്ത്രണം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ നാളെ നാരോ ഇൻ്റലിജൻസ് വികസിച്ച് ഒരു ജനറൽ ഇൻ്റലിജൻസ് ആവുമ്പോഴോ, ഈ ജനറൽ ഇൻ്റലിജൻസ് വികസിച്ച് ഒരു സൂപ്പർ ഇൻ്റലിജൻസ് ആവുമ്പോഴോ അതിൻ്റെ അവസാന തീരുമാനമെടുക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നാണ് തത്വത്തിൽ പറയുന്നത്. പക്ഷേ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, സൂപ്പർ ഇൻ്റലിജൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബുദ്ധിശക്തിയുടെ ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്. തലച്ചോറിൻ്റെ സൈസ് അല്ലെ അതിനകത്ത് ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇതാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ. പക്ഷേ കമ്പ്യൂട്ടറിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നാളെ എനിക്ക് എത്ര വലിയ പ്രോഗ്രാമുകൾ എഴുതാം, അതിനനുസരിച്ച് ശക്തമായ കമ്പ്യൂട്ടറുകൾ കൊണ്ടുവരാൻ സാധിക്കാം. അതായത് അങ്ങനെ ഒരു ലിമിറ്റേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലില്ല. അപ്പം നാളെ എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരു കമ്പ്യൂട്ടർ, അല്ലെ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഒരു കമ്പ്യൂട്ടർ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഉയർന്ന ബുദ്ധിക്കും യാതൊരു വിലയില്ലാതായി പോകും. കാരണം നമ്മളെക്കാൾ ഒരുപടി കൂടുതൽ മുന്നിൽ ചിന്തിക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ള സൂപ്പർ ഇൻ്റലിജൻറ്റ് മെഷീൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുക, അതായത് മഞ്ഞയുടെ 4ാമത്തെ ഡയമെൻഷൻ എന്തുവാ?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലരും വിചാരിക്കുന്നത് എന്ത് ചോദ്യമാണ്, എന്ത് മണ്ടൻ ചോദ്യമാണ്. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ സ്പേസ് ടൈം 3 ഡയമെൻഷനൊക്കെ XYZ 3 ഡയമെൻഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 4th ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അപ്പോഴാണ് നിറങ്ങൾക്ക് അങ്ങനെ ഡയമെൻഷൻ ഉള്ളത് പോലും അറിയത്തില്ല. പക്ഷേ നാളെ സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനടുത്ത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് നിർദ്ധാരണം ചെയ്യാൻ കഴിയും. കാരണം നിങ്ങളെക്കാൾ ബുദ്ധി അതിനുണ്ട്. അതിന് ആ നിറങ്ങളെ ചിലപ്പോൾ പല ഡൈമെൻഷനായി മനസ്സിലാക്കാനും അതിന് ഈ പ്രപഞ്ചത്തിനോടുള്ള ബന്ധവും വേറൊരു രീതിയിൽ അതിന് അവതരിപ്പിക്കാൻ കഴിയും. അതായത് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത വലിയ ചോദ്യങ്ങൾ, ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ ജെനറ്റിക്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിമിഷ നേരത്ത് അതിന് ഉത്തരം പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള 1-2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തമ്മിൽ വേണ ഒരു കൂടുഭാഷയും അവർക്ക് തമ്മിൽ ചില എഗ്രിമെന്റുകളും ഉണ്ടാക്കാം. വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ബുദ്ധി കുറഞ്ഞ നമ്മൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മളെ തന്നെ അതിന് മറ്റൊരു രീതിയിൽ അതിന്റെ എക്സിസ്റ്റൻസ് അതിന് ഇപ്പോൾ ജനറൽ ഇന്റലിജൻസ് ആവുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കമ്പ്യൂട്ടറിന് ഏകദേശം മനുഷ്യനെ പോലുള്ള ചിന്തിക്കാനും ഒരു 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 എന്താ പറയുക, ഒരു വ്യക്തി എന്നുള്ളൊരു പേഴ്സണലായിട്ടുള്ള ഒരു ഭാവം വരികയാണ്. അപ്പോൾ പേഴ്സണലായിട്ടും വ്യക്തിപരമായിട്ടും അതിന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിനെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിൽ പല നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും എടുത്തേക്കാം. അപ്പോൾ ഇതാണ് 5 പ്രധാന തത്വങ്ങൾ. ഇതോടുകൂടി ഞാൻ ഈ പ്രസന്റേഷൻ നിർത്തുകയാണ്. താങ്ക് യു.